ശാന്തി 28/11/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കണം. കേട്ട ശേഷം മറ്റുള്ളവരെ കേൾപ്പിക്കുകയും വേണം. ചോദ്യം: മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ടതായ ഏതൊരു അറിവ് ബാബ കുട്ടികളായ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു? ഉത്തരം: ബാബ നിങ്ങൾക്ക് അറിവ് നൽകി. നിങ്ങൾ ആത്മാക്കളേവരും സഹോദരന്മാരാണ്. നിങ്ങൾ ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ഈ കാര്യം നിങ്ങൾ എല്ലാവരെയും കേൾപ്പിക്കൂ. കാരണം നിങ്ങൾക്ക് മുഴുവൻ വിശ്വത്തിലെ സഹോദരന്മാരുടെ മംഗളം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ തന്നെയാണ് ഈ സേവനത്തിന് നിമിത്തമായവർ. ഓം ശാന്തി. ഓം ശാന്തി എന്ന് പലപ്പോഴും എന്തുകൊണ്ട് പറയുന്നു? ഇത് പരിചയം നൽകലാണ്. ആത്മാവിൻ്റെ പരിചയം ആത്മാവ് തന്നെ നൽകുന്നു. സംസാരിക്കുന്നത് ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ. ആത്മാവില്ലാതെ ശരീരത്തിന് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഇത് ആത്മാവ് തൻ്റെ പരിചയം നൽകുന്നു. നമ്മൾ ആത്മാക്കൾ പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണ്. അവർ പറയുന്നു, അഹം ആത്മാ സോ പരമാത്മാ. അതായത് ഞാൻ ആത്മാവ് തന്നെ പരമാത്മാവ്. കുട്ടികളായ നിങ്ങൾക്ക് ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ കുട്ടികളെ കുട്ടികളെ എന്ന് തന്നെ പറയുമല്ലോ. ആത്മീയ പിതാവ് പറയുന്നു, ഹേ ആത്മീയ കുട്ടികളെ, ഈ ഓർഗൻസിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആദ്യം ജ്ഞാനം, പിന്നെ ഭക്തി. ആദ്യം ഭക്തി പിന്നെ ജ്ഞാനം എന്നല്ല. ആദ്യമാണ് ജ്ഞാനം, പകൽ. ഭക്തി രാത്രിയാണ്. പിന്നെ പകൽ എപ്പോൾ വരും? ഭക്തിയുടെ വൈരാഗ്യം ഉണ്ടാകുമ്പോൾ. നിങ്ങളുടെ ബുദ്ധിയിൽ ഇത് ഉണ്ടായിരിക്കേണ്ടതാണ്. ജ്ഞാനവും വിജ്ഞാനവും ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനത്തിൻ്റെ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സത്യത്രേതായുഗത്തിൽ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ പ്രാപ്തി ലഭിക്കുന്നു. ജ്ഞാനം ബാബ ഇപ്പോൾ നൽകുന്നു. അതിൻ്റെ പ്രാപ്തി പിന്നെ സത്യയുഗത്തിൽ ഉണ്ടാകും. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ജ്ഞാനത്തിനും അപ്പുറം വിജ്ഞാനത്തിൽ അഥവാ തൻ്റെ വീടായ ശാന്തിധാമത്തിലേക്ക് പോകും എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. അതിനെ ജ്ഞാനമെന്നോ ഭക്തിയെന്നോ പറയില്ല. അതിനെ പറയുന്നത് വിജ്ഞാനം എന്നാണ്. ജ്ഞാനത്തിനും അപ്പുറം ശാന്തിധാമത്തിലേക്ക് പോകുന്നു. ഈ എല്ലാ ജ്ഞാനവും ബുദ്ധിയിൽ വെക്കേണ്ടതുണ്ട്. ബാബ ജ്ഞാനം നൽകുന്നു. എവിടത്തേക്ക് വേണ്ടി? ഭാവിയിലെ പുതിയ ലോകത്തിലേക്ക് വേണ്ടി നൽകുന്നു. പുതിയ ലോകത്തിലേക്ക് പോകും. അപ്പോൾ ആദ്യം തൻ്റെ വീട്ടിലേക്ക് തീർച്ചയായും പോകും. മുക്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആത്മാക്കൾ അവിടെ നിവസിക്കുന്നവരാണ്. അവിടെ തീർച്ചയായും പോകുമല്ലോ. ഈ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് കേൾക്കുന്നത്. മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ആത്മാക്കൾ സ്പിരിച്വൽ ഫാദറിൻ്റെ സ്പിരിച്വൽ കുട്ടികളാണ്. ആത്മീയ കുട്ടികൾക്ക് തീർച്ചയായും ആത്മീയ പിതാവ് വേണം. ആത്മീയ പിതാവും ആത്മീയ കുട്ടികളും. ആത്മീയ കുട്ടികൾക്ക് ഒരേ ഒരു ആത്മീയ പിതാവാണുള്ളത്. ആ ഒന്ന് വന്ന് നോളജ് നൽകുന്നു. ബാബ എങ്ങനെയാണ് വരുന്നത് അതും മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, എനിക്കും പ്രകൃതിയെ ധാരണ ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയിൽ നിന്ന് തന്നെയാണ് കേൾക്കേണ്ടത്. ബാബയല്ലാതെ മറ്റാരിൽ നിന്നും കേൾക്കേണ്ടതില്ല. കുട്ടികൾ കേട്ട ശേഷം സഹോദരന്മാരെ കേൾപ്പിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തീർച്ചയായും കേൾപ്പിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. കാരണം ആ ഒന്ന് പതീത പാവനാണ്. ബുദ്ധി അവിടേക്ക് പോകുന്നു.
കുട്ടികളെ മനസ്സിലാക്കിക്കുമ്പോൾ മനസ്സിലാകുന്നു, കാരണം മുൻപ് അറിവില്ലാത്തവരായിരുന്നു. ഭക്തിമാർഗത്തിൽ അറിവില്ലായ്മയോടെ രാവണന്റെ പിടിയിൽ വരുന്നതിലൂടെ എന്താണ് ചെയ്യുന്നത്? എത്ര മോശമായി മാറുന്നു! മദ്യം കുടിക്കുന്നതിലൂടെ എന്തായി മാറുന്നു? മദ്യം മാലിന്യത്തെ കൂടുതൽ പരത്തുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് നമുക്ക് സമ്പത്ത് നേടേണ്ടതുണ്ട്. കൽപ്പകൽപ്പങ്ങളിൽ നേടിവന്നു. അതിനാൽ ദൈവിക ഗുണവും തീർച്ചയായും ധാരണ ചെയ്യേണ്ടതുണ്ട്. ശ്രീകൃഷ്ണന്റെ ദൈവിക ഗുണങ്ങളുടെ എത്ര മഹിമയാണുള്ളത്! വൈകുണ്ഠത്തിന്റെ അധികാരി എത്ര മധുരമാണ്! ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ ഡിനേസ്റ്റി എന്ന് പറയില്ല. ഡിനേസ്റ്റി വിഷ്ണുവിൻ്റേത് അഥവാ ലക്ഷ്മി നാരായണൻ്റേത് എന്നാണ് പറയുക. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്കറിയാം, ബാബ തന്നെയാണ് സത്യയുഗി രാജ്യത്തിൻ്റെ ഡിനേസ്റ്റി സ്ഥാപിക്കുന്നത്. ഈ ചിത്രങ്ങളും മറ്റും ഇല്ലെങ്കിൽ പോലും മനസ്സിലാക്കിക്കാൻ സാധിക്കും. ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആരിൽ ജ്ഞാനമുണ്ടോ അവർ മറ്റുള്ളവരുടെയും മംഗളം ചെയ്യുവാൻ, തനിക്ക് സമാനമാക്കുവാൻ ഓടിക്കൊണ്ടേയിരിക്കും. സ്വയം നോക്കണം, നമ്മൾ എത്ര പേരെ ജ്ഞാനം കേൾപ്പിച്ചു. ചിലർക്ക് പെട്ടെന്ന് ജ്ഞാനത്തിൻ്റെ അമ്പ് ഏൽക്കുന്നു. ഭീഷ്മ പിതാമഹനും മറ്റും ഇങ്ങനെ പറഞ്ഞുവല്ലോ, നമ്മളെ കുമാരിമാർ ജ്ഞാനത്തിൻ്റെ ബാണം ഏതോ. ഇതെല്ലാം പവിത്ര കുമാരിമാരാണ്, അതായത് കുട്ടികളാണ്. നിങ്ങളെല്ലാം കുട്ടികളാണ്. അതിനാൽ പറയുന്നു, നമ്മൾ ബ്രഹ്മാവിൻ്റെ കുട്ടികൾ, കുമാരിമാർ, സഹോദരി സഹോദരനാണ്. ഇത് പവിത്ര ബന്ധമാണ്. അതും അഡോപ്റ്റഡ് ചിൽഡ്രൻ ആണ്. ബാബ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ശിവ് ബാബ പ്രജാപിത ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്തു. വാസ്തവത്തിൽ അഡോപ്റ്റ് എന്ന വാക്കുപോലും പറയുകയില്ല. ശിവ് ബാബയുടെ കുട്ടികൾ തന്നെയാണ്. എല്ലാവരും എന്നെ വിളിക്കുന്നു ശിവ് ബാബ, ശിവ് ബാബ വരൂ. പക്ഷേ അറിവൊന്നുമില്ല. എല്ലാ ആത്മാക്കളും ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ശിവ് ബാബയും തീർച്ചയായും ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുമല്ലോ. ശിവ് ബാബ പാർട്ട് അഭിനയിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ യാതൊരു ഉപയോഗവുമില്ല, വാല്യൂവേ ഉണ്ടായിരിക്കുന്നില്ല. ആ ഒന്നിൻ്റെ വാല്യൂ തന്നെ ഉണ്ടാകുന്നത് മുഴുവൻ ലോകത്തെയും സദ്ഗതിയിൽ എത്തിക്കുമ്പോഴാണ്. അതിനാലാണ് ആ ഒന്നിൻ്റെ മഹിമ ഭക്തിമാർഗത്തിൽ പാടുന്നത്. സദ്ഗതി ഉണ്ടാകുന്നു. പിന്നെ ശേഷം ബാബയെ ഓർമ്മിക്കേണ്ട ആവശ്യമേ ഇല്ല. അവർ കേവലം ഗോഡ് ഫാദർ എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ടീച്ചർ മറഞ്ഞു പോകുന്നു. പരംപിത പരമാത്മാവ് പാവനമാക്കുന്നവനാണ് എന്ന് പറയുന്നത് മാത്രം അവശേഷിക്കുന്നു. ആ ഒന്ന് സദ്ഗതി നൽകുന്നവനുമാണ് എന്ന് പറയുന്നില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ് എന്ന് മഹിമയിൽ വരുന്നുണ്ട്, എന്നാൽ അർത്ഥമില്ലാതെ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തെല്ലാം പറയുന്നുവോ അത് അർത്ഥസഹിതമാണ്. ഭക്തിയുടെ രാത്രി വേറെയാണ്, ജ്ഞാനത്തിൻ്റെ പകൽ വേറെയാണ് എന്നത് മനസ്സിലാക്കുന്നുണ്ട്. പകലിൻ്റെയും സമയമുണ്ട്, ഭക്തിയുടെയും സമയമുണ്ട്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. കുട്ടികളായി നിങ്ങൾക്ക് പരിധിയില്ലാത്തതിൻ്റെ നോളജ് ലഭിച്ചിരിക്കുന്നു. പകുതി കൽപ്പമാണ് പകൽ, പകുതി കൽപ്പമാണ് രാത്രി. ബാബ പറയുന്നു, ഞാൻ വരുന്നു രാത്രിയെ പകൽ ആക്കുന്നതിനു വേണ്ടി. നിങ്ങൾ അറിയുന്നുണ്ട്, പകുതി കൽപ്പം രാവണന്റെ രാജ്യമാണ്. അതിൽ അനേകം പ്രകാരത്തിലുള്ള ദുഃഖമുണ്ട്. പിന്നെ ബാബ പുതിയ ലോകം സ്ഥാപിക്കുന്നു. അപ്പോൾ അതിൽ സുഖം തന്നെ സുഖം ലഭിക്കുന്നു. ഇത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. സുഖം എന്നാൽ രാമൻ, ദുഃഖം എന്നാൽ രാവണൻ. രാവണന്റെ മേൽ ജയം നേടുന്നു. അപ്പോൾ പിന്നെ രാമരാജ്യം വരുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം രാവണൻ രാമരാജ്യത്തിൻ്റെ മേൽ ജയം നേടി രാജ്യം ഭരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ മായയുടെ മേൽ ജയം നേടുന്നു. ഓരോ വാക്കും നിങ്ങൾ അർത്ഥസഹിതം പറയുന്നു.
ഇത് നിങ്ങളുടെ ഈശ്വരീയ ഭാഷയാണ്. ഇത് ആരും മനസ്സിലാക്കുകയില്ല. ഈശ്വരൻ എങ്ങനെ സംസാരിക്കുന്നു? നിങ്ങൾ അറിയുന്നുണ്ട്, ഇത് ഗോഡ് ഫാദറിൻ്റെ ഭാഷയാണ്. കാരണം ഗോഡ് ഫാദർ നോളജ്ഫുള്ളാണ്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരം നോളജ്ഫുള്ളാണ് എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും ആർക്കെങ്കിലും നോളജ് നൽകുമല്ലോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് ബാബ നോളജ് നൽകുന്നത്. തൻ്റെയും തിരിച്ചറിവ് നൽകുന്നു, സൃഷ്ടിചക്രത്തിൻ്റെയും നോളജ് നൽകുന്നു. ആ നോളജ് എടുക്കുന്നതിലൂടെ നമ്മൾ ചക്രവർത്തി രാജാവാകുന്നു. സ്വദർശന ചക്രമാണല്ലോ. ഓർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പാപം മുറിയുന്നു. ഇതാണ് നിങ്ങളുടെ ഓർമ്മയുടെ അഹിംസക ചക്രം. ശിരസ് മുറിക്കുന്നതിൻ്റെ ആ ചക്രം ഹിംസാത്മകമാണ്. ആ അജ്ഞാനി മനുഷ്യൻ അന്യോന്യം ശിരസ് മുറിക്കുന്നു. നിങ്ങൾ ഈ സ്വദർശന ചക്രത്തെ അറിയുന്നതിലൂടെ ചക്രവർത്തിയാകുന്നു. കാമം മഹാശത്രുവാണ്. അതിലൂടെ ആദിമധ്യ അന്ത്യം ദുഃഖം ലഭിക്കുന്നു. അത് ദുഃഖത്തിൻ്റെ ചക്രമാണ്. നിങ്ങൾക്ക് ബാബ ഈ ചക്രത്തിൻ്റെ നോളജ് മനസ്സിലാക്കിച്ചു തരുന്നു. സ്വദർശന ചക്രധാരി ആക്കുന്നു. ശാസ്ത്രങ്ങളിൽ എത്ര കഥകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അതെല്ലാം മറക്കേണ്ടി വരുന്നു. കേവലം ഒരു ബാബയെ ഓർമ്മിക്കണം. കാരണം ബാബയിൽ നിന്ന് തന്നെയാണ് സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുന്നത്. ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്, സമ്പത്തും നേടേണ്ടതുണ്ട്. എത്ര സഹജമാണ്. പരിധിയില്ലാത്ത ബാബ പുതിയ ലോകം സ്ഥാപിക്കുന്നു. അപ്പോൾ സമ്പത്ത് നേടുന്നതിനായി തന്നെയാണ് ഓർമ്മിക്കുന്നത്. ഇതാണ് മന്മനാഭവ മധ്യാജി ഭവ. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നു. കുട്ടികൾക്ക് സന്തോഷത്തിൻ്റെ രസം കയറിയിരിക്കേണ്ടതാണ്. നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. ബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. നമ്മൾ അധികാരിയായിരുന്നു, വീണ്ടും തീർച്ചയായും ആകും. പിന്നെ നിങ്ങൾ തന്നെ നരകവാസിയായി. സതോ പ്രധാനമായിരുന്നു, ഇപ്പോൾ തമോ പ്രധാനം ആയിരിക്കുകയാണ്. ഭക്തിമാർഗത്തിലും നമ്മൾ തന്നെയാണ് വന്നത്. ഓൾ റൗണ്ട് ചക്രം കറങ്ങി. ഭാരതവാസികളായ നമ്മൾ തന്നെയാണ് സൂര്യവംശി ആയിരുന്നത്. പിന്നെ ചന്ദ്രവംശിയും വൈശ്യവംശിയുമായി താഴെ വീണു. നമ്മൾ ഭാരതവാസികൾ ദേവീ ദേവത ആയിരുന്നു. പിന്നെ നമ്മൾ തന്നെ വീണിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മുഴുവനും മനസ്സിലാകുന്നു. വാമമാർഗത്തിൽ പോകുമ്പോൾ എത്ര മോശമായി മാറുന്നു. ക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ള മോശമായ ചിത്രങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. മുൻപ് ഇത്തരം ചിത്രങ്ങളുള്ള ഘടികാരങ്ങളും ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ എത്ര പുഷ്പങ്ങളായിരുന്നു. പിന്നെ നമ്മൾ തന്നെ പുനർജന്മം എടുത്തെടുത്ത് എത്ര മോശമാകുന്നു. ഇവർ സത്യയുഗത്തിൻ്റെ അധികാരിയായിരുന്നു. അപ്പോൾ ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരായിരുന്നു. ഇപ്പോൾ ആസുരീയ ഗുണങ്ങൾ ഉള്ളവരായിരിക്കുന്നു. മറ്റൊരു വ്യത്യാസവും ഇല്ല. വാലോ തുമ്പിക്കൈയോ ഉള്ള മനുഷ്യനൊന്നുമില്ല. ഇത് കേവലം ദേവതമാരുടെ അടയാളങ്ങളാണ്. പിന്നെ സ്വർഗം പ്രായേണ ലോപിച്ചുപോയി. കേവലം ഈ ചിത്രങ്ങളുടെ അടയാളമാണുള്ളത്. ചന്ദ്രവംശികളുടെയും അടയാളമുണ്ട്. ഇപ്പോൾ നിങ്ങൾ മായയുടെ മേൽ ജയം നേടുന്നതിനായി യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്ത് ഫെയിലായി പോകുന്നു. അപ്പോൾ അതിൻ്റെ അടയാളമാണ് അമ്പും വില്ലും. ഭാരതവാസികൾ വാസ്തവത്തിൽ ദേവീ ദേവതാ കുലത്തിലേതു തന്നെയാണ്. ഇല്ലെങ്കിൽ പിന്നെ ഏത് കുലത്തിലേതായി കണക്കാക്കപ്പെടണം? എന്നാൽ ഭാരതവാസികൾ തൻ്റെ കുലത്തെക്കുറിച്ച് അറിയാത്തത് കാരണം ഹിന്ദു എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ വാസ്തവത്തിൽ നിങ്ങളുടേത് ഒരേ ഒരു കുലമാണ്. ഭാരതത്തിലുള്ളതെല്ലാം ദേവതാ കുലത്തിലേതാണ്. അത് പരിധിയില്ലാത്ത ബാബ സ്ഥാപിക്കുന്നു. ഭാരതത്തിൻ്റെ ശാസ്ത്രവും ഒന്ന് തന്നെയാണ്. DT ഡൈനാസ്റ്റിയുടെ സ്ഥാപന ഉണ്ടാകുന്നു. പിന്നെ അതിൽ ഭിന്ന ഭിന്ന ബ്രാഞ്ചസ് ഉണ്ടാകുന്നു. ബാബ ദേവീ ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. മുഖ്യമായത് 4 ധർമ്മമാണ്.
ഫൗണ്ടേഷൻ ദേവീദേവതാ ധർമ്മത്തിൻ്റേതു തന്നെയാണ്. എല്ലാവരും മുക്തിധാമത്തിൽ വസിക്കുന്നവരാണ്. പിന്നെ നിങ്ങൾ തങ്ങളുടെ ദേവതമാരുടെ ബ്രാഞ്ചസിലേക്ക് പോകും. ഭാരതത്തിൻ്റെ ബൗണ്ടറി ഒന്ന് മാത്രമാണുള്ളത്, മറ്റൊരു ധർമ്മത്തിൻ്റെയും ഭാഗമല്ല. ഇവർ യഥാർത്ഥത്തിൽ ദേവീദേവതാ ധർമ്മത്തിലേതാണ്. പിന്നെ അവരിൽ നിന്നും മറ്റു ധർമ്മങ്ങൾ വന്നു ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച്. ഭാരതത്തിൻ്റെ യഥാർത്ഥ ധർമ്മം തന്നെ ഡീറ്റിയാണ്. അത് സ്ഥാപിക്കുന്നവനും ബാബയാണ്. പിന്നെ പുതിയ പുതിയ ഇലകൾ വരുന്നു. ഇത് മുഴുവൻ ഈശ്വരീയ വൃക്ഷമാണ്. ബാബ പറയുന്നു, ഞാൻ ഈ വൃക്ഷത്തിൻ്റെ ബീജരൂപമാണ്. ഇത് ഫൗണ്ടേഷനാണ്. പിന്നെ അതിൽ നിന്നും ട്യൂബ്സ് വരുന്നു. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. നമ്മൾ എല്ലാ ആത്മാക്കളും സഹോദരന്മാരാണ്. എല്ലാ ആത്മാക്കളുടെയും പിതാവ് ഒന്ന് തന്നെയാണ്. എല്ലാവരും ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഈ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ എന്തെല്ലാം കാണുന്നുവോ അതിനെ മറക്കണം. ഇതാണ് പരിധിയില്ലാത്ത വൈരാഗ്യം. അവരുടേത് പരിധിയുള്ളതാണ്. കേവലം വീടിനോടും കുടുംബത്തോടും വൈരാഗ്യം വരുന്നു. നിങ്ങൾക്ക് ഈ മുഴുവൻ പഴയ ലോകത്തോടും വൈരാഗ്യമാണ്. ഭക്തിക്ക് ശേഷമാണ് പഴയ ലോകത്തിൻ്റെ വൈരാഗ്യം. പിന്നെ നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകും, വയ ശാന്തിധാമം. ബാബയും പറയുന്നു, ഈ പഴയ ലോകം ഭസ്മം ആകേണ്ടതുണ്ട്. ഈ പഴയ ലോകത്തോട് ഇപ്പോൾ ഹൃദയം ചേർക്കരുത്. യോഗ്യർ ആകുന്നത് വരെയും വസിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. കണക്കുകളെല്ലാം സമാപ്തമാക്കേണ്ടതുണ്ട്. നിങ്ങൾ പകുതി കൽപ്പത്തേക്ക് സുഖം ശേഖരിക്കുന്നു. അതിൻ്റെ പേര് തന്നെ ശാന്തിധാമം, സുഖധാമം എന്നാണ്. ആദ്യം സുഖമുണ്ടായിരിക്കും, പിന്നെ ദുഃഖം. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഏതെല്ലാം പുതിയ പുതിയ ആത്മാക്കൾ മുകളിൽ നിന്നും വരുമ്പോൾ ക്രൈസ്റ്റിൻ്റെ ആത്മാവ് വന്നതുപോലെ അവർക്ക് ആദ്യം ദുഃഖമുണ്ടാകുന്നില്ല. ഈ കളി തന്നെ ആദ്യം സുഖം പിന്നീട് ദുഃഖം എന്നാണ്. പുതിയതായി ആര് വരുന്നുവോ അവർ സതോ പ്രധാനമാണ്. ഏതുപോലെ നിങ്ങളുടെ സുഖത്തിൻ്റെ രീതികൾ കൂടുതലാണോ അതേപോലെ എല്ലാവരുടെയും ദുഃഖത്തിൻ്റെ രീതികൾ കൂടുതലാണ്. ഇതെല്ലാം ബുദ്ധി ഉപയോഗിച്ചാണ് മനസ്സിലാക്കപ്പെടുന്നത്. ബാബ ആത്മാക്കൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അവർ പിന്നെ മറ്റാത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ഈ ശരീരം ധാരണ ചെയ്തിരിക്കുകയാണ്. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ, അതായത് തമോ പ്രധാന ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് തന്നെ ഫസ്റ്റ് നമ്പറിലേക്ക് പോകേണ്ടതുണ്ട്. ഫസ്റ്റ് തന്നെ ലാസ്റ്റ്, ലാസ്റ്റ് തന്നെ ഫസ്റ്റ്. ഇതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഫസ്റ്റിൻ്റെ പിന്നിൽ ആരാണ്? മമ്മ. മമ്മയ്ക്കും പാർട്ടുണ്ടായിരിക്കേണ്ടതാണ്. മമ്മ വളരെ പേർക്ക് ശിക്ഷണം നൽകി. പിന്നെ കുട്ടികളായ നിങ്ങൾക്കിടയിലും നമ്പർ വൈസാണ്. അവർ ധാരാളം പേർക്ക് ശിക്ഷണം നൽകുന്നു, പഠിപ്പിക്കുന്നു. പിന്നെ ആ പഠിക്കുന്നവരും ഇങ്ങനെ പരിശ്രമിക്കുന്നു. അതിലൂടെ നിങ്ങളെക്കാളും ഉയരങ്ങളിൽ പോകുന്നു. ധാരാളം സെൻറ്റേഴ്സിൽ ഇങ്ങനെയുണ്ട്. പഠിപ്പിക്കുന്ന ടീച്ചറിനേക്കാൾ ഉയരങ്ങളിൽ പോകുന്നു. ഓരോരുത്തരെയും നോക്കുന്നു. എല്ലാവരുടെയും പെരുമാറ്റത്തിലൂടെ അറിയാൻ കഴിയുന്നുവല്ലോ. ചിലരെയാണെങ്കിൽ മായ പൂർണ്ണമായും ഇല്ലാതാക്കും വിധത്തിൽ മൂക്കിന് പിടികൂടുന്നു. വികാരത്തിൽ വീണുപോകുന്നു. മുന്നോട്ട് പോകവേ നിങ്ങൾ വളരെ പേരുടെ കാര്യം കേട്ടുകൊണ്ടിരിക്കും, അത്ഭുതപ്പെടും. ഇവർ നമുക്ക് ജ്ഞാനം നൽകിയിരുന്നു, പിന്നെ ഇവർ എങ്ങനെ പോയിക്കളഞ്ഞു? പവിത്രമാകൂ എന്ന് നമ്മളോട് പറയുമായിരുന്നു. സ്വയം മോശമായി മാറുകയും ചെയ്തു. തീർച്ചയായും മനസ്സിലാക്കുമല്ലോ, വളരെയധികം മോശമായി മാറുന്നു. ബാബ പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ നല്ല മഹാരഥികളെയും മായ ശക്തമായി കുഴപ്പത്തിലാക്കും. ഏതുപോലെ നിങ്ങൾ മായയെ കുഴപ്പത്തിലാക്കി ജയം നേടുന്നുവോ, മായയും ഇങ്ങനെ ചെയ്യും. ബാബ എത്ര നല്ല നല്ല ഫസ്റ്റ് ക്ലാസ് രമണീകമായ പേരും വച്ചിരിക്കുന്നു. പക്ഷേ അഹോ മായ,
ആശ്ചര്യപൂർവം കേൾക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ ഓടിപ്പോകുന്നു. വീണു പോകുന്നവരായി. മായ എത്ര ബലവാനാണ്! അതിനാൽ കുട്ടികൾ വളരെ സൂക്ഷിച്ചിരിക്കണം. യുദ്ധത്തിൻ്റെ മൈതാനമാണല്ലോ. മായയോട് നിങ്ങളുടെ എത്ര വലിയ യുദ്ധമാണ്! ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഇവിടെ തന്നെ എല്ലാ കണക്കുകളും സമാപ്തമാക്കി പകുതി കൽപ്പത്തേക്ക് വേണ്ടി സുഖം ശേഖരിക്കണം. ഈ പഴയ ലോകത്തോട് ഇപ്പോൾ ഹൃദയം യോജിപ്പിക്കരുത്. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണപ്പെടുന്നു അതിനെ മറക്കണം. മായ വളരെ ബലവാനാണ്. അതിനോട് സൂക്ഷിച്ചിരിക്കണം. പഠനത്തിൽ ഗാലപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കണം. ആ ഒന്നിൽ നിന്ന് തന്നെ കേട്ടത് മറ്റുള്ളവരെ കേൾപ്പിക്കണം. വരദാനം. പരിധിയില്ലാത്ത ദൃഷ്ടിയിലൂടെയും വൃത്തിയിലൂടെയും സ്ഥിതിയിലൂടെയും സർവരുടെയും പ്രിയരാകുന്ന ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഭവിക്കട്ടെ. ഫരിഷ്ത എല്ലാവർക്കും വളരെ പ്രിയമായി തോന്നുന്നു. കാരണം ഫരിഷ്ത സർവരുടേതുമാണ്, ഒന്ന് രണ്ട് പേരുടേതല്ല. പരിധിയില്ലാത്ത ദൃഷ്ടിയും വൃത്തിയും പരിധിയില്ലാത്ത സ്ഥിതിയുമുള്ള ഫരിഷ്ത സർവ ആത്മാക്കളെ പ്രതിയും പരമാത്മാ സന്ദേശവാഹകനാണ്. ഫരിഷ്ത എന്നാൽ ഡബിൾ ലൈറ്റ്, സർവരുടെയും ബന്ധം ഒരു ബാബയുമായി യോജിപ്പിക്കുന്നവർ, ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ സംബന്ധത്തിൽ നിന്നും വേറിട്ടവർ, സ്വയം തന്നെയും സർവരെയും തൻ്റെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും ബാബയ്ക്ക് സമ്മാനം ആക്കുന്നവർ, സർവരെ പ്രതിയും മംഗളകാരി. ഇങ്ങനെയുള്ള ഫരിഷ്ത തന്നെയാണ് സർവർക്കും പ്രിയപ്പെട്ടവർ. സ്ലോഗൻ. എപ്പോഴാണോ താങ്കളുടെ രൂപത്തിലൂടെ ബാബയുടെ സ്വഭാവം കാണപ്പെടുന്നത്, അപ്പോൾ സമാപ്തി ഉണ്ടാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ദിവ്യ നേത്രത്തിലൂടെ ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ കാണുന്നു. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ആത്മജ്യോതിയിൽ എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. ആത്മബോധത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സാകാര സ്വരൂപത്തിൽ നിന്നും ആകാരി രൂപം ഞാൻ ധാരണ ചെയ്യുന്നു. ഞാൻ ആത്മാവ് സൂക്ഷ്മ പ്രകാശ ശരീരധാരിയായി മാറുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. ഈ ഫരിഷ്ത സ്ഥിതിയിൽ ഞാൻ ഫരിസ്തകളുടെ ലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ അവ്യക്ത ലോകത്തിൽ ബാബ് ദാദയുടെ
മുന്നിലാണ് ഞാൻ. ബാപ്ദാദയുടെ ദിവ്യവും അലൗകികവുമായ വരദാനി ദൃഷ്ടി ആത്മാവായ എന്നിൽ പതിക്കുന്നു. സദാ വിജയീ രത്നമായി ഭവിക്കട്ടെ എന്ന വരദാനം ബാപ്ദാദ എനിക്ക് നൽകുന്നു. ഈ വരദാനം സ്വീകരിച്ച് ഞാൻ എൻ്റെ നിരാകാര രൂപം ധാരണ ചെയ്യുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശമയമായ ബ്രഹ്മലോകത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ബ്രഹ്മലോകത്തിൽ ശിവബാബയുടെ മംഗളകാരി സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും പ്രകാശകിരണങ്ങൾ എന്നിൽ പതിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ സ്നേഹവും ശക്തിയും ഞാൻ എൻ്റെ ദിവ്യ ബുദ്ധിയിൽ ധാരണ ചെയ്യുന്നു. ഈ സമ്പന്നമായ സ്ഥിതിയിൽ നിന്നും ഞാൻ വീണ്ടും എൻ്റെ ഫരിസ്ത സ്വരൂപത്തിൽ ഫരിസ്തകളുടെ ലോകത്തിലേക്ക് വരുന്നു. ഈ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൽ ഞാൻ സാകാര ദേഹത്തിലേക്ക് അവതരിക്കുന്നു.